ഇൻസ്റ്റയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളത്തിൽ എഴുതാനാണല്ലോ കൂടുതലിഷ്ടം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ക്രോമിൽ തന്നെ FML ഫോൺ മലയാളം എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ താഴെ ഒത്തിരി വെറൈറ്റി മലയാളം ഫോണ്ട് കാണാൻ പറ്റും. ഡൗൺലോഡ് ഓപ്ഷനിൽ പോവുക, ഡൗൺലോഡിങ് വെക്കുക. നമുക്ക് കൂടുതൽ ഫോണ്ട് വേണമെങ്കിൽ അവിടെ ഒരു ക്യാച്ച് എഴുതാനായിട്ടുണ്ടാകും. ആ ക്യാച്ച് ടൈപ്പ് ചെയ്ത് അവിടെ അടുത്ത് തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ പോകുമ്പോഴും നമുക്ക് മലയാളം ഫോണ്ട് നമ്മളെ ഫയലിലേക്ക് സേവ് ആകും. കൂടുതൽ പേരും മലയാളം ഫോണ്ട് റൈറ്റിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്ന ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എത്ര എഴുതിയാലും സെറ്റാവാതെ ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് മടുത്തിട്ട് ഒഴിവാക്കിയതാണ്. ഹാൻഡ് റൈറ്റിംഗ് വൃത്തി ഉണ്ടായാലല്ലേ ഇതിലെഴുതിയ വൃത്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇൻഫിനിറ്റി പെയിൻറ്റർ ഓപ്ഷൻ അല്ലാതെ തന്നെ നമുക്ക് ക്രോമിൽ പോയാൽ അവിടെ രതീഷ് ഫോൺ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് കാണും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ടൈപ്പ് മംഗ്ലീഷ് ബിലോങ്ങിലെടുത്ത് പോയിട്ട് നമുക്ക് എന്താണോ സെൻറ്റൻസ് വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള സെൻറ്റൻസ് അതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്പൺ ആക്കേണ്ടത് പിക്സാർട്ടാണ്. പിക്സാർട്ട് എടുത്ത ശേഷം നമുക്ക് വേണ്ട ഫോട്ടോയും നമ്മൾ അതിൽ നിന്ന് പിക്സാർട്ട് എടുത്തതിന് ശേഷം പിക്സാർട്ടിൽ നിന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച വേർഡ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ടിൽ സിയോൾ എടുക്കുന്ന സമയത്ത് അവിടെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ മൈ ഫോണ്ട് കാണാം. മൈ ഫോണിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച മലയാളം ഫോണ്ടൊക്കെ കിടപ്പുണ്ടാവും. അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള മലയാളം ഫോണ്ടെന്ന് വെച്ചാൽ അതവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ളവരൊന്നും പേടിക്കേണ്ട. നമുക്ക് നമ്മുടെ രതീഷ് ഫോൺ മലയാളം ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. നമുക്കതിൽ പോയി ഈസി ആയിട്ട് വെറൈറ്റി മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം.